പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ വലിയ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട നല്ലൊരു പ്രഭാതവേളയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി നമ്മൾ കിടന്നുറങ്ങി. എന്നാൽ പലർക്കും എണീക്കാൻ കഴിയാതെ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു. പലരും ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചു. എന്നാൽ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു പ്രഭാതം കൂടെ സ്വർഗം ദാനമായി ഒരു ഗിഫ്റ്റായി തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ധ്യാനിപ്പാൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ വച്ചത്. നമുക്കറിയാം, നല്ല ജോലികൾ ചെയ്യുന്ന, നല്ല വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന കുശവന്മാരെ നമുക്കറിയാം. നല്ല സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്ന കുശവന്മാരെ നമുക്കറിയാം. നല്ല പ്രതിമകൾ ഉണ്ടാക്കുന്ന, മനുഷ്യന്റെ പ്രതിമകൾ ഉണ്ടാക്കുന്ന കുശവന്മാരെ നമുക്കറിയാം. അനേക വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന കുശവന്മാരെ നമുക്കറിയാം. എന്നാൽ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന കുശവന്മാരെ നമുക്കറിയാം. ആമേൻ. ഏതെല്ലാം പാത്രങ്ങളോ പ്രതിമകളോ ഉണ്ടാക്കിയാലും എല്ലാത്തിനും ഒരു ചൂളയുണ്ട്. ഇത് ഒന്ന് സെറ്റായി വെന്ത് പുറത്തു വരാൻ. ആമേൻ. ഏത് കുശവനെ നോക്കിയാലും, ഏത് തലത്തെ നമ്മൾ വാക്കത്തി ഉണ്ടാക്കുന്ന കുശവനെ നോക്കിയാലും, ആമേൻ, സ്തോത്രം, അവിടെയും ഒരു ചൂളയുണ്ട്. ഇഷ്ടി ഉണ്ടാക്കുന്ന കുശവനെ നോക്കിയാലും അവിടെയും ഒരു ചൂളയുണ്ട്. മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന എല്ലാ പാത്രങ്ങൾക്കും ചൂളയുണ്ട്. നോക്കിക്കേ, 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി എന്ന് പറഞ്ഞാൽ ഉടഞ്ഞു പോയി. ഇന്ന് പകലിൽ അയ്യോ ഞാൻ തകർന്നു പോയി, അയ്യോ ഞാൻ ഉടഞ്ഞു പോയി, എന്നെ ഇനി ആർക്കും പണിയാൻ കഴിയില്ല, എന്നെ ഇനി ആർക്കും പഴയതുപോലെ കൊണ്ടുവരാൻ കഴിയില്ല, ഈ രോഗം എന്നെ വല്ലാണ്ട് എന്നെ ദണ്ണിപ്പിക്കുന്നു,
ഈ രോഗമെന്നെ വല്ലാതെ എന്നെ ആമേൻ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നോ. രോഗത്തിനോ ഒരു ശാപത്തിനോ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം സ്വർഗത്തിലെ ദൈവം നിന്നെ വേറൊരു രൂപമാക്കി, വേറൊരു പാത്രമാക്കി പണിയാൻ എൻ്റെ കർത്താവിന് ഇന്ന് പകൽക്കാലം കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ കയ്യിലിരുന്ന ആ പാത്രം ചീത്തയായി പോയെങ്കിലും മറ്റൊരു പാത്രമാക്കി കുശവൻ പണിയ, മറ്റൊരു പാത്രം, മേൽത്തരമായ ഒരു പാത്രമാക്കി അവൻ അത് പണിയുക. സ്തോത്രം. 5-ാം വാക്യം പറയുന്നത്, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗ്രഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗ്രഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. നോക്കിക്കേ, ഇസ്രായേലിനെ ഒരു കളിമണ്ണിന്റെ ഉപമയാക്കി യഹോവയായ ദൈവം അവരെ പണിതുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഒരിക്കലും ദൈവം കളയാൻ ആഗ്രഹിക്കുന്നില്ല. കേടായ ഭാഗത്തെ കർത്താവ് പണിത് ഇന്ന് പകലിൽ പുറത്തു കൊണ്ടുവരും, പൊന്നുപോലെ. ഹല്ലേലൂയ. മനുഷ്യൻ നിന്നെ എത്ര തകർക്കാൻ നോക്കിയാലും ഒരിക്കലും നീ തകർന്നു പോകില്ല. കാരണം നീ ദൈവത്തിൻ്റെ കയ്യിലെ, യഹോവയായ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു കളിമണ്ണാണ്. സ്തോത്രം. കണ്ടോ, ഇസ്രായേൽ ഗ്രഹമേ, എന്താണ്? കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. സ്തോത്രം. ഇപ്പൊ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു, ഞാൻ നിങ്ങളെ പണിയും. സ്തോത്രം. ഇപ്പൊ ദൈവം പണിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, കർത്താവ് അതിന്റെ ചന്തമായി പണിയും. സ്തോത്രം. ഒരു മനുഷ്യനെ ദൈവം പണിയാൻ തുടങ്ങിയാൽ, ഒരു വ്യക്തിയെ ദൈവം പണിയാൻ തുടങ്ങിയാൽ, സ്തോത്രം, കർത്താവ് അതിന്റെ ചന്തമായി പണിയുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അരുളപ്പാട് അറിയിക്കുക. ഇസ്രായേലിനെ പല നിലയിലും തകർത്ത് കളയാൻ പല ജാതികളും പുറത്തു വന്നപ്പോഴും അവിടെ ഈ കർത്താവ് ഇസ്രായേലിനെ ചേർത്ത് പിടിച്ചു. സ്തോത്രം. ഇസ്രായേലിനെ ഒരിക്കലും ഒരു വ്യക്തിക്കും തകർത്ത് കളയാൻ കഴിയില്ല. ഹല്ലേലൂയ. ഒരിക്കലും തകർത്തു കളയാൻ കഴിയത്തില്ല. കാരണം ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമാ, സ്വന്തം ജനം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചെന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെ ആരെല്ലാം നിന്നെ തകർത്ത് കളയാൻ നോക്കിയാലും പറ്റില്ല. നീ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു കളിമണ്ണാണ്. ദൈവം നിന്നെ പണിതുകൊണ്ടിരിക്കുക. വേദന ഉണ്ടാകും പണിയുമ്പോൾ. ആ കളിമണ്ണിന് നല്ലവണ്ണം കട്ടയൊക്കെ ഉടച്ച് അത് പണിയുമ്പോൾ ഒത്തിരി വേദന ഉണ്ടാകും. ആമേൻ. അതിൻ്റെതായ മോഡലിൽ അത് പണിത് ആ കുശവന്റെ ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി പുറത്തു കൊണ്ടുവരുമ്പോൾ ചില വേദനകളും ചില പ്രയാസങ്ങളൊക്കെ അതിനകത്തുണ്ടാകും. പക്ഷേ പിന്നെ ഒരിക്കലും നിനക്ക് വേദനിക്കാൻ ദൈവം ഇടയാക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെ നിന്നെ എന്നെയും പണിയുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലമുണ്ട്. കേട്ടോ. അതുകൊണ്ട് ആരും നിന്നെ ആദരിച്ചില്ലെങ്കിലും നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകം 4:23, സെക്കറിയാവിന്റെ പുസ്തകം 11:13, ഇരമ്യാവ് 13:7, റോമർ 9:21, യെശയ്യാവ് 45:9, റോമർ എഴുതിയ ലേഖനം
പ്രൈസ് ദി ലോർഡ്. 9-ാം അധ്യായം 20-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഓരോ തട്ടിലും തൻ്റെ ജനത്തെ നിർത്തി അവരുടെ കുറവുകളെ കണ്ട് 4-ാമത്തെ വാക്യം പറയുന്നു, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. തനിക്ക് തോന്നിയതുപോലെ. ഇന്ന് പകലിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ദൈവം നമ്മെ പണിയും. അതാണ് മോശയുടെ അമ്മ മോശയെ ദൈവത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവേ, ഇതാ നിനക്ക് വേണ്ടി ഇവനെ ഞാൻ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആ ദൈവത്തിൻ്റെ വലിയ ദയ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കുശവനെ പോലെ. ആമേൻ. ഇസ്രായേലിനത്തെ ഹല്ലേലൂയ പണിയുന്ന, ഇസ്രായേലിനത്തെ നയിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം ദൈവം നമ്മെ അനുഗ്രഹിച്ചു തരട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അപ്പാ, മുഴുവൻ ജനത്തെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.